ഈശ്വരേറ്റവും പ്രിയമുള്ളവരെ, ശ്രീഹാക്കാലം 2-ാം ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. ശ്രീഹാക്കാലം ശ്ലീഹന്മാരുടെ അനുതാപത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ശ്രീഹാക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മളുടെ പുരാതന ആരാധനാക്രമത്തിൽ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കർമ്മമുണ്ടായിരുന്നു, റൈറ്റ് ഓഫ് പ്രോസ്ട്രേഷൻ. നമ്മുടെ റാസക്രമത്തിലെ പോലെ തന്നെ ഒരു കുമ്പിടിയിൽ പ്രാർത്ഥന പണ്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം ഉയർപ്പുകാലത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു, ഇനി അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും കാലഘട്ടമാണ്. ശ്ലീഹന്മാർ അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു, പശ്ചാത്തപിക്കുവിൻ എന്നുള്ള സന്ദേശം നൽകി. അങ്ങനെ പശ്ചാത്താപത്തിൻ്റെ അനുതാപത്തിൻ്റെ സന്ദേശം നൽകുന്ന തിരുവചനങ്ങളാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 36 മുതൽ 50 വരെയുള്ള ഭാഗങ്ങളാണ്. ഇവിടെ 31-ാം വാക്യം മുതൽ സ്നാപകയോഹന്നാനെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അതും സ്നാപകയോഹന്നാൻ അനുതാപത്തിൻ്റെ സന്ദേശമായി വന്ന വ്യക്തിയാണല്ലോ. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 2 അത്ഭുതങ്ങൾക്ക് ശേഷമാണ് പാപിനിക്ക് മോചനം നൽകുന്ന കാര്യം വിവരിക്കുന്നത്. ശതാധിപൻ്റെ വൃദ്ധനെ സുഖപ്പെടുത്തുന്നത്, നായിനിലെ വിധവയുടെ മകനെ പുനരുജ്ജീവിപ്പിക്കുന്നത്, അതിനുശേഷം പാപിനിക്ക് മോചനം നൽകുന്നത്. വാസ്തവത്തിൽ ഈ 2 അത്ഭുതങ്ങളോടും ചേർത്ത് വെക്കാവുന്ന ഒരുപക്ഷെ അതിലും വലിയ ഒരു അത്ഭുതം തന്നെയാണ് ഈശോ പ്രവർത്തിക്കുന്നത്. കാരണം ദൈവപുത്രനായ അവിടുന്ന് പാപമോചനം നൽകുവാൻ കഴിവുള്ളവനാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണ്. ഈശോയെ ഫരിസേയരിൽ ഒരുവൻ തന്നോട് ഭക്ഷണം കഴിക്കുവാൻ ക്ഷണിക്കുകയാണ്. ഈ ഫരിസേയൻ എന്ന് പറയുന്നത് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവർ, പ്രത്യേകത ഉള്ളവർ, നിയമങ്ങളെല്ലാം പ്രത്യേകമായി പാലിക്കുന്നവർ, സ്വയം നീതിമാന്മാരെന്ന് ഭാവിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളാണ്. വാസ്തവത്തിൽ ഈശോയ്ക്കെതിരാണ് അവർ. എങ്കിലും ഈശോയെ ക്ഷണിക്കുന്നിടത്തെല്ലാം ഈശോ പോകുന്നത് തൻ്റെ സന്ദേശം എല്ലായിടത്തും അറിയിക്കുവാൻ വേണ്ടിയാണ്. ശത്രുക്കളുടെ അടുക്കിലേക്കും തന്നെ വേണ്ട രീതിയിൽ അംഗീകരിക്കാത്തവരുടെ എല്ലാം ഈശോ ഇറങ്ങി ചെല്ലുന്നത് പ്രതിബന്ധങ്ങൾക്കിടയിലൂടെ സുവിശേഷം അറിയിക്കുന്ന ഈശോയുടെ ആ ശൈലി വ്യക്തമാക്കുകയാണ്. ഈശോ അവൻ്റെ വീട്ടിൽ പ്രവേശിച്ചു, ഭക്ഷണത്തിലിരുന്നു. അപ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. ആ പട്ടണത്തിലെ പാപിനിയായ ഒരുവൾ ആ വീട്ടിൽ കയറി വരികയാണ്. അന്നത്തെ കാലത്ത് ഒരു റബ്ബിയെ, ഒരു പ്രശസ്തനായ ഒരാളെ ഒരു ഭവനത്തിൽ വിളിക്കുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ക്ഷണിക്കപ്പെട്ടവർ മാത്രമല്ല, നാട്ടിലുള്ള പലരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമോ സംഭാഷണമോ കേൾക്കാൻ വരാറുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുവാൻ അല്ലാതെ തന്നെ അവരവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ പാപിനിയായ സ്ത്രീ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത് സ്ത്രീകളുടെ സുവിശേഷമെന്നാണ്. സ്ത്രീകളുടെ മഹാത്മ്യം എടുത്തു കാണിക്കുന്ന സുവിശേഷമാണ്. പല സ്ഥലങ്ങളിലും സ്ത്രീകളെ അവരുടെ മഹാത്മ്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവരുടെ മാതൃക കാണിച്ചുകൊണ്ട് ഒക്കെ ലൂക്ക സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈശോ അനുഗമിച്ച സ്ത്രീകളെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയുന്നത്. ഇവിടെ വന്ന ആ സ്ത്രീ പാപിനിയായ ഒരുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവളുടെ നാമം ഒരു അനോണിമസ് ആയിട്ട്, അജ്ഞാതമായിട്ടാണ്. ഇപ്പോൾ ലൂക്ക ഈ പേര് വെളിപ്പെടുത്തുന്നില്ല. കാരണം ആ സ്ത്രീയുടെ വ്യക്തിത്വം, മാഹാത്മ്യം എടുത്തു കാണിച്ചുകൊണ്ടാണ്. ഈ സ്ത്രീ ആരാണ്? മഗ്ദലന മറിയമാണോ, അല്ലെങ്കിൽ മർത്തായും മറിയും? പക്ഷേ ഇവർ രണ്ടുപേരുമല്ല, മറ്റൊരു സ്ത്രീയാണ്. പക്ഷെ പേര് വെളിപ്പെടുത്തുന്നില്ല. അങ്ങനെ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അറിഞ്ഞപ്പോൾ ഈ സ്ത്രീ കടന്നു വരികയാണ്. യഹൂദന്മാരുടെ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് റിക്ലൈനിങ് എന്നാണ്, അതായത് ചാരി കിടന്നുകൊണ്ടാണ്. ഇടത് കൈ ചാരി, ഇടതുവശത്തേക്ക് ചാരി കിടന്നുകൊണ്ട് വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക, ചാരി കിടക്കുകയാണ്. അങ്ങനെ കിടക്കുമ്പോൾ കാൽപാദത്തിൽ പാദം കഴുകുവാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അങ്ങനെയാണ് ഈ സ്ത്രീ ഒരു കൽഭരണി നിറയെ സുഗന്ധതൈലവുമായി അടുത്ത് വരികയാണ്. ഇവിടെ ചിത്രകാരനായ ലൂക്ക ഒരു ചിത്രം പോലെ തന്നെ ചിത്രം അവതരിപ്പിക്കുന്നത് പോലെയാണ് അവതരിപ്പിക്കുക. ഒരു ഗ്രാഫിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയും. അവിടെ പറയുന്നത് എന്താണ്? 6 ക്രിയാപദങ്ങളാണ്. സുഗന്ധതൈലവുമായി അവൾ വന്നു, അവൻ്റെ പിന്നിൽ പാദത്തിൻ്റെ അരികിൽ കരഞ്ഞുകൊണ്ട് നിന്നു, കണ്ണീരുകൊണ്ട് പാദങ്ങൾ കഴുകി, തലമുടി കൊണ്ട് തുടച്ചു, ചുംബിച്ചു, സുഗന്ധതൈലം പൂശി. ഇത്രയും ക്രിയാപദങ്ങളിലൂടെ ആ സ്ത്രീ കർത്താവിന് നൽകുന്ന നൈവേദ്യം, ആദരവ്, കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ഭാരവും ഇറക്കി വയ്ക്കുകയാണ്. ഒരു വിധത്തിലുള്ളൊരു പാപ നിവേദനമാണ്.
പൗരസ്ത്യ സഭകളിൽ പണ്ടൊക്കെ പിഴ മൂളലെന്നാണ് പറയുന്നത്. പാപങ്ങൾ എണ്ണി എണ്ണി പറയുന്ന ഒരു വിധികർത്താവായിട്ടല്ല കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത്, മറിച്ച് ആത്മീയ ഭിക്ഷുക്കരൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പോൾ ഇവിടെ പാപങ്ങൾ പറയുന്നില്ല, മറിച്ച് ആ പാപം മുഴുവനും മറ്റു രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കുകയാണ്. ഈ സ്ത്രീ പാപിനിയായൊരു വ്യക്തി, പാപികളുടെ അവസ്ഥ എന്താണ്? അവരുടെ അവസ്ഥ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവർ, പ്രത്യേകിച്ച് പരസ്യ പാപിനിയാണ് ഈ വ്യക്തി. അതുപോലെ തന്നെ അവൾക്ക് കുറ്റബോധമുണ്ട്, അപകർഷതാബോധമുണ്ട്, സ്വയം വെറുപ്പുണ്ട്. അങ്ങനെയുള്ള ഗിൽറ്റ് ഫീലിംഗ് എന്ന് പറയും, കുറ്റബോധം. പാപം നിറഞ്ഞ മനുഷ്യൻ്റെ ഈ കുറ്റബോധത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും? നമ്മൾ ചിലപ്പോഴൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട്, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ. കഴിഞ്ഞ ദിവസം ഒരു അമ്മയും ഭാര്യയും കൊന്ന ഒരാൾ വ്യക്തി വടക്കേ ഇന്ത്യയിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി ആത്മഹത്യ ചെയ്യുന്നതായിട്ട്. അതുപോലെ തന്നെ വീട്ടിലുള്ള സഹോദരങ്ങളെ ചുറ്റികൊണ്ട് അടിച്ചു കൊന്ന ഒരു യുവാവ്, അയാളും ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ മരിച്ചില്ല. എന്തുകൊണ്ടാണത്? സ്വയം മരണശിക്ഷ വിധിക്കുന്ന ഒരവസ്ഥയിലേക്ക് പാപം ചെയ്ത മനുഷ്യൻ എത്തിച്ചേരുകയാണ്. യൂദാസിന് എന്താണ് സംഭവിച്ചത്? അയാൾ ഇതുപോലെ തന്നെ സ്വയം കുറ്റം വിധിച്ച് സ്വയം അതിൻ്റെ ഭാരം ഏൽക്കുകയാണ്. അപ്പോൾ അതാണ് ഗിൽറ്റ് ഫീലിംഗ് മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ തകർക്കുകയാണ്. അവൻ സ്വയം തടവറയിലാവുകയും സ്വയം കഴുത്തിൽ കുരുക്കിടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്നാൽ അതേസമയം പാപബോധം, പശ്ചാത്താപം മറിച്ചാണ്. പത്രോസ്ലീഹ കണ്ണീരുകൊണ്ട് കരഞ്ഞുകൊണ്ട് കർത്താവിനെ നിഷേധിച്ചതിനെ കരഞ്ഞതുകൊണ്ട് പാശ്ചാത്യം ചെയ്തു. ഈശോയെ 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞ് ഈശോയെ തൻ്റെ ഗുരുവും നാഥനുമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ പാപമോചനം അത് ലഭിക്കണം മനുഷ്യന്. ഗിൽറ്റ് ഫീലിങ്ങുമായി പാപത്തിൻ്റെ ഭാരവുമായി നടന്നാൽ അവന് എങ്ങും എത്തിപ്പെടുകയില്ല. ആ പാപം ഭാരം ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന സ്ഥലം ഏതാണ്? ഈശോ ആണ് യഥാർത്ഥ രക്ഷകൻ. ഈശോയാണ് പാപമോചകൻ. ആകാശത്തിൻ കീഴിൽ രക്ഷയ്ക്കായി വേറൊരു നാമവുമില്ല. ഇന്നത്തെ നമ്മുടെ ലേഖനത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ വായനയിൽ അവിടെ എടുത്തു പറയുന്നുണ്ട്. 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലാണ് അവൻ, ആ കല്ലാണ് ഈശോ, മറ്റാരിലും രക്ഷയില്ല. 12-ാം വാക്യം, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈശോ മിശിഹായാണ് യഥാർത്ഥ രക്ഷകൻ എന്ന് സ്ലീഹന്മാർ പ്രസംഗിച്ചു. നിങ്ങളിങ്ങനെ പറയാൻ പാടില്ല, ഈശോയുടെ നാമത്തിൽ ഒന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ച് 18-ാം വാക്യത്തിൽ 4:18 അപ്പോസ്തല പ്രവൃത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അവരവരെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അവരെ ശിക്ഷിക്കുവാൻ ഒരു മാർഗവും കണ്ടില്ല. അവരെന്ത് ചെയ്തു? അവർ കർത്താവിൻ്റെ സുവിശേഷം നിർഭയം പ്രസംഗിച്ചു. ഈശോയിലാണ് യഥാർത്ഥ രക്ഷ, ദൈവത്തിലാണ് രക്ഷ. ആ രക്ഷ ലഭിക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ സന്നിധിയിൽ കരഞ്ഞ് വിലപിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ അവിടെ പശ്ചാത്തപിക്കാനുള്ള ആഹ്വാനം 2-ാം അധ്യായം 12 മുതൽ ആ ആഹ്വാനമാണ് ഇന്ന് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. 15 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ പറയുന്നുണ്ട്, നെടുവീർപ്പോടും ഉപവാസത്തോടും വിലാപത്തോടും കൂടി പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. 2:13. അപ്പോൾ മഹാസഭ വിളിച്ചു കൂട്ടുവിൻ, എല്ലാവരെയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ശിശുക്കളെ ഒരുമിച്ച് കൂട്ടുവിൻ. മണവാളൻ തന്നെ മണവറയും മണവാട്ടി ഉറക്കറയും വിട്ടു പുറത്തു വരട്ടെ. 17-ാം വാക്യം, കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മതബാലേക്ക് തിരിച്ചെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു മാതൃകയാണ്. പൂമുഖത്തിനും ബലിപീഠത്തിനും ഇടയ്ക്ക് നിൽക്കുക, അങ്ങനെ മധ്യസ്ഥനായതുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്നാണ്. നമ്മളുടെ കാറസൂസകൾ ആരംഭിക്കുന്നത് നമുക്കെല്ലാവർക്കും അനുതാപത്തോടും എന്ന് പറയുന്നതിൻ്റെ പകരമായിട്ടുള്ള ഒറിജിനൽ അതിൻ്റെ ഭാഷയിൽ നെടുവീർപ്പോടും കൂടി എന്നാണ്. അപ്പോൾ നെടുവീർപ്പോടുകൂടി കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അനുഗ്രഹം നൽകും. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ ധാന്യവും എണ്ണയും വീഞ്ഞും നിങ്ങൾക്ക് തരും. 19-ാം വാക്യം, ഫലസമൃദ്ധി നൽകും, നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് തൃപ്തി അടയും. 25-ാം വാക്യം, ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. ഈ ധാന്യവും വീഞ്ഞും എണ്ണയും അത് സമൃദ്ധിയുടെ പ്രതീകമാണ്. 104-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിൽ പറയുന്നു, ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വീഞ്ഞും ശക്തി പകരാൻ ധാന്യവും മുഖം പ്രസന്നമാക്കുവാൻ എണ്ണയും കർത്താവ് നൽകുന്നു. അപ്പോൾ ഈ 3 കാര്യവും ഇന്നത്തെ ഈ വിരുന്നിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ
സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. കണ്ണീരിൻ്റെ ഒരു കൃപ, കണ്ണീരിൻ്റെ ഒരു മാമ്മോദീസ. ക്ലിമാക്കോസ് എന്ന് പറഞ്ഞ പുണ്യവാൻ 7-ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ അസെൻറ്റ് ഓഫ് ലാഡർ, കോണി കയറ്റം എന്നുള്ള പുസ്തകത്തിൽ കരച്ചിലിൻ്റെ ഒരു സുഹൃതത്തെക്കുറിച്ച് പറയുന്നത്, കണ്ണീര് പറ്റിയൊരു ലോകം, സ്വന്തം പാപത്തെക്കുറിച്ച് കരയാൻ സാധിക്കാത്ത, സ്വന്തം കുറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ. ആ അവസ്ഥയായിരുന്നു ഈ ഫരിസേനുണ്ടായിരുന്ന മാർ അപ്രൈം പിതാവ് ദിയാത്തസ്രോൻ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ശമയോനെ, നീ ഈ പാപിനിയായ സ്ത്രീയെ ഈശോ തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് നീ കുറ്റപ്പെടുന്നുണ്ടല്ലോ, നീ എന്തിനാണ് ആ പാപിനിയായ സ്ത്രീയെ ഇവിടെ അകത്ത് കയറ്റിയത്? നീ എന്തുകൊണ്ടാണ് ഈ രക്ഷകനായ ഈശോയെ മനസ്സിലാക്കാൻ നിനക്ക് കഴിയാതെ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കരഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അവൾ ഈ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. പാദം കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, സുഗന്ധതലം പൂശി, ഈശോ മിശിഹായാണെന്നുള്ള ആ മിശിഹാനിക കർത്താവിൻ്റെ സ്ഥാനത്തെ അംഗീകരിക്കുകയാണ്. ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഇവൾ എത്രക്കാരിയാണെന്ന് അറിയുമായിരുന്നുവല്ലോ എന്ന് സിമയോൻ പറയുമ്പോഴാണ് ഈശോ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇവൾ 500 ദേനാറ കടപ്പെട്ടവരും 50 ദേനാറ കടപ്പെട്ടവരും അത് ഇടച്ചു കൊടുക്കുമ്പോൾ ആരാണ് കൂടുതൽ സ്നേഹിക്കുന്നത്? അപ്പോൾ 500 ദേനാറ ഇടച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2-3 വർഷത്തെ അധ്വാനത്തിൻ്റെ വേതനമാണ്. കണ്ണീര് കൊണ്ട് 500 ദേനാറായുടെ കണ്ണീരാണ് അവൾ ഒഴുക്കിയെന്നാണ് മാർ അപ്രൈം പിതാവ് പറയുന്നത്. അങ്ങനെ അവൾ പാപമോചനം പ്രാപിച്ചു, കൂടുതൽ അവൾ സ്നേഹിച്ചു എന്നാണ്. സ്നേഹത്തിലൂടെയാണ് അവൾ കർത്താവിൽ നിന്ന് പാപമോചനം പ്രാപിച്ചത്. കർത്താവാണ് രക്ഷകൻ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് സ്നേഹത്തോടു കൂടിയാണ്. ശമയോനാകട്ടെ സ്നേഹത്തോടു കൂടി അല്ല കർത്താവിനെ ക്ഷണിച്ചത്, സ്നേഹത്തോടു കൂടി ക്ഷണിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നീ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ നീ കാല് കഴുകാൻ വെള്ളം തന്നില്ല, കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകി. നീ എനിക്ക് ചുംബനം തന്നില്ല, ഇവളാകട്ടെ പാദങ്ങൾ ചുംബിക്കുന്നു വിരമിച്ചിട്ടില്ല. നീ എൻ്റെ തലയിൽ തൈലം പൂശിയില്ല. അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലൂക്ക 7:47. ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, ഇറ്റ് ഈസ് അബ്സോർബ്ഡ്. പൗരസ്ത്യ സഭകളിൽ പാപമോചനം പ്രഖ്യാപിക്കുന്ന അങ്ങനെയാണ്, നിൻ്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ മോചിക്കുന്നു എന്നതിന് പകരം ദൈവത്തിൻ്റെ ആ പ്രവൃത്തി ഇവിടെ നടന്നു എന്ന് ആണ് ഈശോ പറയുകയാണ്. ഇവളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആരോട് അല്പം ക്ഷമിക്കുന്നുവോ അവൻ അല്പം സ്നേഹിക്കുന്നു. അവരോട് പറഞ്ഞു, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും 2ാമത്തെ പ്രാവശ്യം പറയുകയാണ്. അപ്പോൾ ആളുകളെല്ലാം അത്ഭുതപ്പെടുകയാണ്. പാപങ്ങൾ ക്ഷമിക്കുക പോലും ചെയ്യുന്ന ഇവൻ ആരാണ്? അവനോട് പറഞ്ഞു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ 47 മുതൽ 50 വരെയുള്ള വാക്യങ്ങളിൽ 50ാം വാക്യത്തിൽ അപ്പോൾ അവൾ അധികം സ്നേഹിച്ചു, അവൾ അധികം വിശ്വസിക്കുകയും ചെയ്തു. അപ്പോൾ സ്നേഹവും വിശ്വാസവുമാണ് യഥാർത്ഥത്തിൽ അവൾക്ക് പാപമോചനം നൽകിയത്. അവളുടെ ഏറ്റുപറച്ചിൽ ഉപരി അവളുടെ സ്നേഹം, വിശ്വാസം, അവളുടെ അനുതാപം. അങ്ങനെ അനുതാപത്തിൻ്റെ ഒരു ചിന്തയോടുകൂടി നാം ജീവിക്കണം. അങ്ങനെ അനുദപിച്ചുകൊണ്ട് പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ജീവിക്കണം. സഭാ സമൂഹത്തിലായിരിക്കുമ്പോഴും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തി ജീവിക്കണം. ഇന്നത്തെ കൊറിന്തോസ് ലേഖനത്തിൽ 4-ാം അധ്യായം 1 കൊറിന്തോസ് 5-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് എൻ്റെ വചനങ്ങൾ പൗലോസ് പറയുകയാണ്. അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? 7-ാം വാക്യം, നിങ്ങൾ പുളിപ്പില്ലാത്ത മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. ഈ പുളിപ്പ് എന്താണ്? പറയുന്നുണ്ട്, അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അർപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. അതിൻ്റെ ഒരു വിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്ന പുതിയ നിയമത്തിലെ ആദ്യത്തെ വിവരണമാണിത്. അവിടെ പറയുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടായ മിശിഹ ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പാപമില്ലാത്തവൻ ബലിയായി അർപ്പിച്ചു. ആ പെസഹ അവിടുന്ന് പാപമില്ലാത്ത പുളിപ്പില്ലാത്ത ആ അപ്പത്തിൻ്റെ പ്രതീകം ആയിട്ട് മാറി. അപ്പോൾ അതുകൊണ്ട് അവിടെ പൗലോസ് പറയുകയാണ്, തിന്മ നിറഞ്ഞ പുളിപ്പ് നിറഞ്ഞ അവസ്ഥ, വ്യഭിചാരികളായിട്ട് അത്യാഗ്രഹികളുമായി കള്ളന്മാർ, വിഗ്രഹാരാധന, അവരോടൊന്നും കൂട്ടുചേരരുത് എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരെക്കുറിച്ചല്ല പറയുന്നത്, സഭാ സമൂഹത്തിൽ തന്നെ അങ്ങനെയുള്ള പ്രവണതയുള്ളവരുമായുള്ള സംസർഗം പാടില്ല എന്ന് പറയുകയാണ്. തുടർന്ന് പൗലോസ് ആവശ്യപ്പെടുകയാണ്, നിങ്ങളിലെ വ്യവഹാരങ്ങൾ, കോടതി കേസുകൾ, നമുക്കറിയാം സഭകൾ പോലും കേസുകളിലേക്ക് പോകുന്നു. നിങ്ങളുടെ ഇടയിൽ കേസ് ഇങ്ങനെയുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ
നിങ്ങളുടെ പരാജയമാണ് എന്ന് 7-ാം വാക്യത്തിൽ 1 കൊറിന്തോസ് 6:7. നിങ്ങളിൽ വഴക്കുകൾ തീർക്കുവാൻ തക്കവിധം ജ്ഞാനിയായ ഒരുവൻ പോലും ഇല്ലേ? ഈ ലോകത്തിൽ പോലും അങ്ങനെയാണല്ലോ. വഴക്കുകൾ തീർക്കുവാൻ ജ്ഞാനിയായ ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നില്ല. അവർ വീണ്ടും വഴക്കുകളും യുദ്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് വ്യവഹാരങ്ങൾ തന്നെ പരാജയമാണ്. ചില ദ്രോഹങ്ങൾ, ചില അനീതികൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ, ക്ഷമിച്ചുകൂടാ? എന്നിട്ട് 10-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, തിന്മയിൽ അഭിരമിച്ച് ജീവിക്കുന്ന, തെറ്റല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, സ്വയം നീതിമാന്മാരെന്ന് ഭാവിക്കുന്നവർ, അസാന്മാർഗികളും, 10-ാം വാക്യം, വിഗ്രഹാരാധകരും, വ്യഭിചാരികളും, സ്വവർഗഭോഗികളും, കള്ളന്മാരും, അത്യാഗ്രഹികളും, മദ്യപന്മാരും, പരദൂഷകരും, കവർച്ചക്കാരും ദൈവരാജ്യം അവകാശപ്പെടുകയില്ല എന്ന് നിങ്ങൾ അറിയണം. നിങ്ങളിൽ ചിലർ ഇത്തരക്കാരായിരുന്നു. എന്നാൽ നിങ്ങൾ കർത്താവായ ഈശോമിശിഹായുടെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പം വിശ്വാസികളായ നാം നമ്മളുടെ മനസ്സാന്തരത്തിലേക്ക് നയിക്കുന്ന മാമോദീസായുടെ ചൈതന്യത്തിലേക്ക് മടങ്ങിപ്പോകണം. ദൈവത്തിൻ്റെ ആത്മാവിൽ സ്നാനപ്പെടണം, പൗത്രീകരിക്കപ്പെടണം, നീതീകരിക്കപ്പെടണം. അതുകൊണ്ട് തിന്മയോട് സമരസപ്പെടാതെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഹൃദയം, അങ്ങനെയുള്ള ആ ജീവിതം, അതാണ് കണ്ണീരിൻ്റെ വരം എന്ന് പൗരസ്ത്യ പിതാക്കന്മാർ പറയുന്നത്. ഗ്രീക്ക് പിതാക്കന്മാർ പറയുന്ന പെൻറ്റോസ്, കമ്പങ്ഷൻ, അതായത് മനസാക്ഷിയുടെ ഒരു വേദന, തിന്മയെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് അത് ഏറ്റുപറഞ്ഞുകൊണ്ട്, സ്വയം നീതീകരിച്ചുകൊണ്ട് നടക്കാതെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ പാദത്തിൽ ചെല്ലുക. എല്ലാ പാപങ്ങൾക്കും പരിഹാരമായ ഒരിടമുണ്ട്, അത് കർത്താവിൻ്റെ പാദാന്തികമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നവജീവിതം നയിക്കുവാനുള്ള ഈ വചനഭാഗങ്ങളിലെ ആഹ്വാനം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.